ക്രിസ്തുനാഥനെ കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച ആണികൾ ഈ നോമ്പുകാലത്ത് ആഴത്തിലുള്ള ആത്മീയ തലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നു. അവ മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ സ്നേഹത്തിന്റെ വിലയാണ്. അതിനാൽ മനുഷ്യൻ ഇനി ഒരിക്കലും തന്റെ മുറിവുകളും കഷ്ടപ്പാടുകളും കണ്ട് കണ്ണുനീർ പൊഴിക്കരുത്. കാരണം മനുഷ്യജീവിതത്തിലെ മുറിവുകൾക്ക് ആശ്വാസവും സൗഖ്യവും നൽകുന്ന ആത്മീയ ഉറവിടം നാം വിശുദ്ധ കുരിശിൽ കാണുന്നു. ഈ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ അനുഭവം നാം കാണുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലാണ്. സ്വജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തും മഹത്വവും ഇഷ്ടങ്ങളും ഉപേക്ഷിച്ച് സ്വയം ശൂന്യനായി കുരിശിനെ ആലിംഗനം ചെയ്തപ്പോൾ ക്രിസ്തു കുരിശിൽ കിടന്ന് കരങ്ങൾ നീട്ടി ഫ്രാൻസിസിനെ ആലിംഗനം ചെയ്തു. ദൈവം ദൂരെയല്ല, ഓരോ മനുഷ്യനെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന പിതാവാണ്. എന്തിനു വേണ്ടി ആണികൾ ഉപയോഗിച്ചു? കുരിശിൽ ശരീരം തൂങ്ങിക്കിടക്കുമ്പോൾ അത് താഴേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കുരിശിൽ കർത്താവിന്റെ കൈകൾ തുറന്നു തന്നെ കിടക്കുന്നു. അവ ഒരിക്കലും അടഞ്ഞു കിടക്കുന്നതായി നാം കാണുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന കൈകളാണ്. ആണികൾക്ക് അവയെ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ആണികൾക്ക് ദൈവമനുഷ്യ സ്നേഹത്തെ തടയാൻ കഴിഞ്ഞില്ല എന്ന് സാരം. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നു: ക്രിസ്തു മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് കാണിക്കാനാണ് കുരിശ് സ്വീകരിച്ചത്. പുനരുത്ഥാനത്തിന് ശേഷം മുറിവുകൾ കാണപ്പെട്ടത് ദൈവസ്നേഹത്തിന്റെ ഓർമ്മയായി. 1 യോഹന്നാൻ 4:20 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. സ്നേഹം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയമാണ്. വൈരാഗ്യം, വെറുപ്പ്, അസൂയ എന്നിവ ദൈവത്തോടുള്ള ബന്ധത്തെ ദുർബലമാക്കുന്നു. അലി കടുകശ്ശേരിയുടെ മഹാൻ എന്ന ഒരു കവിതയുണ്ട്. മഹാനാവാൻ അയാൾ സമ്പത്ത് ഉപേക്ഷിച്ചു, സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു, ചെരുപ്പ് പോലും ഉപേക്ഷിച്ചു. പക്ഷേ വെറുപ്പ് മാത്രം ഉപേക്ഷിച്ചില്ല. ആയതിനാൽ അയാൾ മനുഷ്യൻ പോലുമായില്ല.